വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റിച്ച് ഫ്ലാഷ് ഹൈ സ്പെക്കിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ആ വീട് കാണാം. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ എൻട്രൻസ്. ഗംഭീര എൻട്രൻസ് അല്ലേ, രണ്ട് സൈഡിൽ റോക്ക് വാളൊക്കെ കൊടുത്തിട്ട് ഡബിൾ ഡോറൊക്കെ കൊടുത്തിട്ട് ഹൈ സീലിങ് ഫ്ലാഷ് എൻട്രൻസ് ആണ്. നമുക്കിതിലെ പേരക്കകത്തേക്ക് കയറാം കേട്ടോ. ഇതിങ്ങനെ കയറി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ വിശാലമൊരു സ്പേസാണ്. ഈ വന്ന് കയറുന്നത് ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡോറം അടച്ചേക്കാം. നല്ല തണുപ്പ് കയറുന്നുണ്ട്. വലിയൊരു വോള് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഷോ വാള് പോലെ കൊടുത്തിരിക്കുകയാണ്. ഈ ലാൻഡിങ് ഏരിയ ഉള്ള കേട്ടോ, വലിയൊരു ബിഗ് ലാൻഡിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഷൂ വെക്കാനുള്ള റാക്കും പരിപാടിയൊക്കെ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് ബിഗ് സ്പേസ് ആണ്. ഇത് ഭയങ്കര 3 മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 3 മീറ്റർ ഹൈറ്റാണ്. നേരെ ഇവിടുന്ന് നേരെ നമ്മൾ റൈറ്റിലേക്ക് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഈ സൈഡിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാസേജ് കൊടുത്തിരിക്കുന്നത് സാധാരണ യൂഷ്വലി 1 മീറ്ററാണ്. 1.5 മീറ്റേഴ്സ് ആയിരിക്കണം. ഭയങ്കര വിശാലമായൊരു നമുക്കൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ടോയ്ലറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്ന വാഷ് ബേസിൻസ് ഒക്കെ പറഞ്ഞാൽ ബ്രാസാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസിനും ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഇത് ടോയ്ലറ്റാണിത്. ഇത് ഫുൾ വുഡൻ ഫീലിംഗ് ഒക്കെയാണ് ഇവിടെ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള വക്കും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടോട്ടലി ഒരു ഹോസിനെയാണ് മുഴുവൻ കാണുന്നത് കേട്ടോ. അവിടെ ഒരു ഹോസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു ഗെയിമിംഗ് ഏരിയയിലേക്കാണ് വന്നു ചേരുന്നത് കേട്ടോ. വലിയൊരു ഗെയിമിംഗ് ഏരിയയാണ്. ബില്ലിയാർഡ്സ് കളിക്കാനുള്ള വലിയൊരു ടേബിളും പൂൾ ടേബിളും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം മനസ്സിലായല്ലോ അല്ലേ? ഇത് നമ്മൾ എന്താണ് ഹോസിനെ കൊണ്ട് ഹോക്കി കളിക്കുന്ന ആ സംഭവത്തിൻ്റെ സാധനങ്ങളാണ് കാണുന്നത്. വലിയൊരു ബില്ലിയാർഡ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഫുൾ ഈ വിൻഡോസ് നമുക്ക് ഡോസ് മുഴുവൻ ഓപ്പൺ ആക്കാം. അപ്പോൾ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഒരു ഫ്ലോ കിട്ടും. അപ്പോൾ നമുക്ക് ഉൾവശം തന്നെ കാണാം. ഓക്കെ, ഇതൊരു വിശാലമായ സ്പേസാണ് കേട്ടോ. ശരിക്കും ഇവിടെ ഒരു പാർട്ടിയൊക്കെ നടക്കുമ്പോൾ ഇവിടെ കുറച്ച് പേര് കളിക്കാം. അവിടെ കുറച്ചൊരു എന്താണെന്ന് പറയുക പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബാർബിക്യൂ ഒക്കെ ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഡ്രിങ്ക്സും പരിപാടിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഇതൊരു ബെഡ്റൂമാണ്. ഒരു ബിഗ് സൈസ്, എനിക്ക് വേണം ഒരു 4-3 ഒക്കെ ആയിരിക്കണം ബെഡ്റൂമാണിത്. എല്ലാത്തിനും ബിഗ് വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വിൻഡോസിൻ്റെ പ്രത്യേകത കണ്ടല്ലോ അല്ലേ? ഇവിടുത്തെ വിൻഡോസിനും ന്യൂസിലാൻഡിലെ ഒരു വീടിനും വിൻഡോസിനൊന്നും തന്നെ അഴികളോ പരിപാടികളോ ഉണ്ടാവില്ല കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. അപ്പം ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം ഔട്ട്ഡോർ മുഴുവൻ. ഇതിൻ്റെ വോളിലൊക്കെ മുഴുവൻ കൊടുത്തിരിക്കുന്നത് വാൾപേപ്പേഴ്സാണ്. ഓക്കെ, കൊള്ളാം. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ കബോർഡ്സും പരിപാടിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇതൊക്കെ ഇത് കുട്ടികൾക്കുള്ള ഒരു ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കളർ പാറ്റേണൊക്കെ അതുപോലെയാണ്. രസമായിട്ടുള്ളൊരു ബെഡും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു നോർമൽ സൈസ്, നോട്ട് എ ഹ്യൂജ് സൈസ് ബട്ട് ഗുഡ്. കബോർഡ്സും പരിപാടിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഒക്കെ നല്ല ഹൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുന്ന് ആ മുറിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് വരുമ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ടോയ്ലറ്റ് മാത്രമായിട്ട് കാണുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷവർ ടബും പരിപാടിയൊക്കെയാണ്. ഭയങ്കര ലക്ഷറി സാധനം തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര ലക്ഷറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് വരെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഷവർ ഇവിടെയാണ്. ഇത് ഓപ്പൺ ഷവറാണ് ഇവിടെ. ഓക്കെ, പിന്നെ ഇത് ഈ ഫ്ലോറ് ഹീറ്റിംഗ് ആണ്. ശരിക്കും ഇപ്പോൾ നമുക്ക് നടക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറ്റിംഗ് ഫ്ലോറാണ്. ഇപ്പം പ്രത്യേകിച്ച് ടൈല് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ശരിക്കും തണുപ്പുള്ള രാജ്യമാണ്. ഇവിടെ ഇപ്പോൾ ഔട്ട് സൈഡിൽ 8 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ. അപ്പം ഹീറ്റിംഗ് അടിയിൽ കൊടുക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര തണുപ്പ് തോന്നും. ടൈലിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ കറണ്ട് ചാർജൊക്കെ കുറച്ച് കൂടുതൽ വരും കേട്ടോ. ബട്ട് ഇപ്പോൾ പുതിയ വീടുകൾ വരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പഴയ വീടുകൾ പോലെയല്ല. കറണ്ടൊന്നും അധികം അങ്ങോട്ട് കൺസ്യൂം ചെയ്യുന്നില്ല പല വീടുകളിലും. ഓക്കെ, നമുക്ക് അടുത്ത് കാണാം. ഞാൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഒന്നും പറയാനില്ല കേട്ടോ. ആ ടോയ്ലറ്റ് ഓക്കെ. നമുക്കിനി അവിടെ ഒരു റൂം കാണുന്നുണ്ട്. ആ റൂമിലേക്ക് പോകാം നമുക്ക്. ഇത് ദിസ് എ ഗുഡ്
ഓ ഗുഡ് സൈസ്, നല്ല സൈസ് റൂമാണ് കേട്ടോ, നല്ല സൈസ് റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം അല്ല ഇത് ശരിക്കും. മാസ്റ്റർ ബെഡ്റൂമാണെങ്കിൽ ടോയ്ലറ്റും പരിപാടിയൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും രസമുള്ളതെന്ന് വെച്ചാൽ ഫുൾ എല്ലാ റൂമിലേക്കും വെയിൽ നല്ലവണ്ണം കയറുകയാണ്. അതുപോലെ തന്നെ ഇതും ഫുള്ള് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നല്ല രസമായിട്ട് ഇത് ശരിക്കും എന്താ പറയുക, ഒരു നടുമുറ്റം പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ അവിടുന്നും നമുക്ക് കാണാൻ കണ്ടില്ലേ, ആ റൂമുകളിൽ നിന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, സെൻറ്ററിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഒരു ആ സൈഡിൽ വീടില്ല എന്നുള്ളൂ, അതും കൂടെ ഉണ്ടെങ്കിൽ ഒരു നടുമുറ്റമാവും. പക്ഷേ രസമായിട്ട് ഈ കളർ പാറ്റേണും പരിപാടിയൊക്കെ രസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫർണിച്ചറും പരിപാടിയൊക്കെ രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി എന്താണ്, നമുക്ക് അടുത്ത റൂമുകളിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ തിരിച്ച് എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതാണ് ഫ്രണ്ട് ഡോർ. ഇതിലാണ് ഇവിടെ നമ്മൾ വന്നല്ലോ. ഇത് കൊടുത്തിരിക്കുന്നത് ടൈൽസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് തിരിയുകയാണ്. നമ്മൾ വന്നിട്ട് റൈറ്റിലേക്കാണ് പോയത്, ലെഫ്റ്റിലേക്ക് തിരിയാണ്. അവിടെ എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാം. ഓക്കെ, ഇങ്ങനെ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പിള്ളേർക്ക് എടുത്ത് പഠിക്കാനും, അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഓഫീസ് പോലെയൊക്കെ കീപ്പ് ചെയ്യാൻ വേണമെങ്കിൽ നല്ല ഇവിടെയൊക്കെ വുഡൻ ഒരു ഫീലിംഗ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. വുഡൻ ഫീലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ബ്രൈറ്റ്നെസ് തോന്നുന്നുണ്ട് ഉള്ളിൽ. നമുക്ക് ഇനി നടന്നു നോക്കാം. ഓക്കെ, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ വരുന്നത് ഇത് കിച്ചൻ്റെ ഒരു പാർട്ടിലേക്ക് എത്തി. നമുക്ക് അത് പിന്നെ കാണാം. നമുക്ക് വേറെ പോയി മെയിൻ ബെഡ്റൂംസും പരിപാടിയൊക്കെ കാണാം. ഇവിടെ ഇത് ശരിക്കും കാറുകൾ കയറ്റിയിട്ട ഗാരേജാണത്. കാറുകൾ കയറ്റിയിടാനുള്ള സ്ഥലമാണ്. കാറുകൾ നേരെ ഉള്ളിലേക്ക്, ഇവിടെ അങ്ങനെയാണ്, കാറുകൾ നേരെ വീടിനുള്ളിൽ തന്നെയാണ് ഇടുക. എന്ന് വെച്ചാൽ തണുപ്പും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ഇട്ടിട്ട് അവൻ ഷട്ടർ അടയ്ക്കുകയാണ് ചെയ്യണേ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ലോണ്ട്രി ആണുള്ളത്. വാഷിംഗ് മെഷീനും ടബ് പരിപാടി, വാഷിംഗ് മെഷീനും പരിപാടിയൊക്കെ ഇവിടെ ഞാൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ പുറത്തേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുണിയൊക്കെ വേണമെങ്കിൽ നമുക്ക് പുറത്തുകൊണ്ട് ഇടാം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇതൊക്കെ നല്ല രസമുള്ളൊരു വുഡൻ ഫിനിഷായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കബോർഡ്സ്, കബോർഡ്സും പരിപാടികൾ അങ്ങനെയെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. രസമുണ്ട്, കൊള്ളാം. ഓക്കെ, നമ്മളങ്ങനെ ലോണ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ലോണ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ റൂം നമ്മൾ കണ്ടിട്ടില്ല. ഈ റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാസ്റ്റർ ബെഡ്റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മളെത്തി. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടോ മാസ്റ്റർ ബെഡ്റൂം. ഭയങ്കര രസമുണ്ട്. ഗുഡ് സൈസ് എന്ന് പറഞ്ഞാൽ ഗുഡ് സൈസാണ്. അതിന് 5 മീറ്റർ അങ്ങോട്ട് ഉണ്ടെന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാം ബിഗ് വിൻഡോസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നിന്നൊക്കെ ഈ പുറത്ത് കാണുന്ന എല്ലാ ഡെക്കും ഈ വീടുകളുടെ എല്ലാ മറ്റുള്ള റൂമുകളൊക്കെ കണക്റ്റഡാണ്. അപ്പം ഭയങ്കര രസമാണ് കേട്ടോ. പുറത്തിറങ്ങി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ എന്താ സംഭവം നമുക്ക് നോക്കാം. ഇത് വാക്ക്-ഇൻ വാർഡ്രോബാണ്. അതായത് നമുക്ക് ഡ്രസ്സും പരിപാടിയൊക്കെ ഇവിടെ നമുക്ക് അഴിച്ച് ഹാങ് ചെയ്തിടാം. ഓക്കെ, പിന്നെ ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ടേബിളിന് പകരം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതപ്പം ഡ്രസ്സായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഡ്രസ്സ് ചെയ്യണം, മേക്കപ്പും പരിപാടിക്കൊക്കെ മേക്കപ്പ് ഐറ്റംസൊക്കെ അവിടെ കൊടുക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഷെൽഫ് പരിപാടികളൊക്കെ കളർ തീമൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇനഫ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ മെയിൻലി ഹാങ് ചെയ്യാം. നമുക്ക് ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം. അതാണ് ഈ വാക്ക്-ഇൻ വാർഡ്രോബിൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ വാക്ക്-ഇൻ വാർഡ്രോബിൽ നിന്ന് നേരെ നമുക്ക് ടോയ്ലറ്റിലേക്ക് കയറാം. ഓക്കെ, ടോയ്ലറ്റിലേക്ക് കയറാം. അപ്പുറത്തെ ടോയ്ലറ്റ് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇത് കിട്ടുമായിരിക്കണം, പോയി നോക്കാൻ എന്താണുള്ളത്. ഈ ടോയ്ലറ്റിലേക്ക് പോവാണ്. ഓക്കെ, അതിന് തന്നെ കാണുന്നത് ഡബിൾ വാഷ് ബേസിനാണ് കാണുന്നത്. നല്ല രസമായിട്ടുള്ള വുഡൻ ഇതും പരിപാടിയൊക്കെ കൊടുത്തിട്ട് ടേബിളൊക്കെ കൊടുത്തിട്ട് വാക്ക്-ഇൻ ഡബിൾ വാഷ് ബേസിനാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എന്താണ് സെൻസർ ലൈറ്റ് പരിപാടിയൊക്കെ ആയിരിക്കണം. ഓക്കെ, ഡീഫോഗിങ്ങും ഒക്കെ ഉണ്ടാവണം. അതിൻ്റെ കുളിക്കുമ്പോൾ മിസ്റ്റ് പോലെയൊക്കെ വരാറില്ലേ, അത് വരാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഉള്ളതായിരിക്കണം. എനിക്ക് കാണുന്നില്ല. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം. ഇത് ഷവറാണിത്. ഷവർ ഇങ്ങനെ സൈഡിൽ കൊടുത്തിരിക്കുകയാണ്. ഫുള്ള് ടോപ്പ് വരെ ടൈല് കൊടുത്തിട്ട് ഷവറാണ്. നല്ല രസമുള്ള ഷവറാണ് കേട്ടോ. ഓപ്പൺ ഷവർ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഓപ്പൺ ഷവർ. ഈ സെയിം ഷവർ തന്നെയാണ് എൻ്റെ വീട്ടിലുള്ളത്. പക്ഷേ ഇത്ര ഫ്ലാഷ് അല്ല കേട്ടോ. പിന്നെ എന്താ, ഞാൻ എൻ്റെ വീട് പണിതിരിക്കുന്നതും ഈ ബിൽഡേഴ്സ് തന്നെയാണ്. എർബൻ എന്ന് പറഞ്ഞ ഇപ്പം ഇവിടുത്തെ ടോപ്പ് ഒത്തിരി അവാർഡ് വിന്നിങ് ഒരു ബിൽഡേഴ്സാണ് ഇവർ. പിന്നെ ഇവിടെ ഒരു വിൻഡോയെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഫ്രോസ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഗ്ലാസും തന്നെ പ്ലെയിൻ ഗ്ലാസ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ എന്താ സംഭവം നോക്കാം. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
ഓ, ഇവിടെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു വുഡൻ ഫിനിഷും ഇവിടെ ടോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൊള്ളാം. ഇങ്ങനെ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെറും ഒരു വാഷ് ബേസിൻ മാത്രമേ തോന്നുള്ളൂ. പിന്നെ ആ വാളിൻ്റെ പുറകിലാണ് ശരിക്കും ടോയ്ലറ്റും ഷവറും ഉള്ളത്. രസമായിട്ടൊരു മറവ് കൊടുത്തിട്ടുണ്ട്. രസമായിട്ടുണ്ട്, ശരിക്കും രസമായിട്ടുണ്ട്. ഓക്കെ, നമുക്കങ്ങനെ തിരിഞ്ഞ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ കയറാം. ബ്യൂട്ടിഫുൾ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സാധാരണ ഒരു ആൻറ്റിക് ലുക്ക് തോന്നുന്ന ഒരു ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ സണ്ണ് ഇങ്ങനെ കയറി വരുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ ലൈറ്റ് ഷെയ്ഡ്സും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ വീടിന് ഇവർ കൊടുത്തിരിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ഫാം ഹൗസ് സ്റ്റൈലുള്ളൊരു ആ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു കൺട്രി ഹൗസ് ലിവിങ്ങിനുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വീടാണ് ചെയ്തിരിക്കുന്നത് ഇവർ. ടൗണിലുള്ള പോലെ ഉള്ള വീടുകളല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇവർ. അപ്പോൾ ഇത് കിച്ചൺ, ഡൈനിങ്, ഇത് ഫാമിലി ലിവിങ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിച്ചൺ, ഡൈനിങ്, ഈ ഫാമിലി ലിവിങ്ങിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും വിശാലമായും ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഇടേണ്ട സ്ഥലം നമുക്ക് ഈ ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നാട്ടിലെ പോലെ ഒന്നല്ല. ഇവിടെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം പേരൊന്നും വിസിറ്റേഴ്സ് നമുക്ക് വരുന്നില്ല. അപ്പോൾ നാട്ടിലൊക്കെയാണ് ബന്ധുക്കാരുണ്ട്, അവരുണ്ട്, ഇവരൊക്കെ വരും. കിച്ചൺ ഒന്നും പറയാനില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇനിയൊരു വേറൊരു ലിവിങ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പോൾ വിസിറ്റേഴ്സ് വന്നാലോ വല്ലതും അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലിവിങ് ഇവിടെ ഉണ്ട്. ഇതാ ഈ ലിവിങ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും റോയലാണ് കേട്ടോ. ഈ വാൾപേപ്പർ വരെ കണ്ടാൽ മതി. എന്നിട്ടും ഫുൾ വുഡ് പാനലിങ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ. സീറ്റിങ്ങും പരിപാടിയൊക്കെ ഒന്നും പറയാനില്ല. ഇവിടെ നിന്നൊക്കെ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാം. ഫുൾ ഡോറ് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. വലിയ 4 മീറ്റേഴ്സ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളൊരു ഓപ്പൺ ഇൻഡോർ ഔട്ട്ഡോർ ഫ്ലോ കിട്ടും. ശരിക്കും ഒന്നും പറയാനില്ല. ഇപ്പോൾ മുകളിൽ പെർഗോളാസ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഔട്ട്ഡോറിൽ. അതൊന്ന് കാണാം. ഇത് ഈ ലിവിങ് അടിപൊളി കേട്ടോ. ഇത് വിസിറ്റേഴ്സ് റൂം. നമ്മുടെ നാട്ടിൽ വിസിറ്റേഴ്സ് റൂം എന്ന് പറയില്ലേ, അത് തന്നെയാണ് സംഭവം. വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ ഇവിടെയാണ് ഇരിക്കുക. നമ്മൾ മാത്രം എൻജോയ് ചെയ്യാനായിട്ടാണ് ആ ഏരിയ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൻട്രൻസ് ഇതാണ്. എൻട്രൻസ് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇത് തമ്മിലൊരു സെപ്പറേഷൻ പരിപാടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ അതായത് ഇതാണല്ലോ വിസിറ്റേഴ്സ് റൂം. ഇതാണ് വിസിറ്റേഴ്സ് റൂമിലേക്ക് വരണമെങ്കിൽ എന്തായാലും ഈ കിച്ചണും ഡൈനിങ്ങും ഫാമിലി റൂമിലും കൂടെ കണക്ട് കണ്ടു തന്നെ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര ഒരു പ്രൈവസി ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ. ശരിക്കും വുഡ് ഫയർ ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ കാണുമ്പോൾ ആ ആംബിയൻസും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പാണ് വിചാരിക്കും. പക്ഷേ ഒട്ടും ചീപ്പല്ല കേട്ടോ. വുഡ് ഫയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ വുഡ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെ ഞാൻ പുറത്തെത്തിയിട്ടുണ്ട്. പുറത്ത് മുഴുവൻ റോക്ക് കൊണ്ടൊക്കെ ചെറിയ ഫീച്ചർ വാൾ പോലെയൊക്കെ ചെയ്ത് ഭയങ്കര രസമായിട്ട് എല്ലായിടും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല പോസ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പെർഗോളാസും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ചെയ്തിരിക്കുന്ന വുഡ് ഒരു ഫിനിഷ് തന്നെയാണ് കേട്ടോ. ഇത് മറ്റേ നമ്മളപ്പുറം കണ്ട ബില്യാർഡ്സിൻ്റെയൊക്കെ റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത് ആ ബില്യാർഡ്സ് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അപ്പുറം ഒരു റൂം കണ്ടല്ലോ, ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും പരിപാടിയൊക്കെയാണ്. അപ്പോൾ എല്ലായിടത്തു നിന്നും, അതായത് അവിടുന്ന് ആ ലിവിങ്ങിൽ നിന്നും, വിസിറ്റേഴ്സ് റൂമിൽ നിന്നും, ബില്യാർഡ്സ് റൂമിൽ നിന്നും, ആ ഒരു മറ്റേ സെക്കൻഡ് ബെഡ്റൂമിൽ നിന്നും എല്ലാം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം മാത്രം ഇതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഭയങ്കര പ്രൈവസി. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും മാസ്റ്റർ ബെഡ്റൂമിൽ നടക്കുന്ന ഒരു സംഭവങ്ങൾ മാസ്റ്റർ ബെഡ്റൂമിൽ അത്രയും പ്രൈവസിയോടെയാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഫാർ എൻഡിൽ കൊടുത്തിരിക്കുകയാണ് മാസ്റ്റർ ബെഡ്റൂം. ആക്ച്വലി ഈ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു അവാർഡ് വിന്നിങ് ബിൽഡേഴ്സ് ഉണ്ട്, അർബൻ ഹോംസ്. അവരുടെ ഒരു ഷോ ഹോമാണ്. ഷോ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഒട്ടും തന്നെ ഫെമിലിയർ അല്ലാത്ത ഒരു സംഭവമായിരിക്കാം. ഷോ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര രസമായിട്ടൊരു ഏരിയയിൽ ഒരു സ്ഥലം മേടിച്ചിട്ട് ഹൈ സ്പെക്കിൽ അവരെ ഏറ്റവും നല്ല ഡിസൈനേഴ്സിനെ കൊണ്ട് ഏറ്റവും നല്ല ഹൈ സ്പെക്കിൽ ഒരു വീട് പണിതിടും.
വന്ന് ഈ വീടുകൾ കാണാം. ആ വീടുകൾ കണ്ടിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പരിപാടിയൊക്കെ ചെയ്യാം. ഈ രീതിയിൽ തന്നെ വീടുകൾ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറ്റി വീടുകൾ ചെയ്യാം. ഇവർക്ക് ഒത്തിരി ഡിസൈൻസും പരിപാടിയൊക്കെ ഉണ്ടാകും. അപ്പം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹൈ സ്പെക്കിലാണ് ഇവർ വീട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു വീട് ചെയ്യണമെങ്കിൽ അവർ പറഞ്ഞത് ഇന്ത്യൻ റുപ്പി വെച്ചിട്ട് 7 കോടി രൂപ ഈ വീട് മാത്രം ചെയ്യാനാണ് പറയണത്. 7 കോടി രൂപ വരും. ഇതുപോലത്തെ ഈ സ്പെക്ക് ഹൈ സ്പെക്കിൽ ഇതുപോലുള്ള ഒരു വീട് മാത്രം ചെയ്യാനാണ്. ലാൻഡിന് മിക്കവാറും ഒരു 5 കോടി വേറെ വരും കേട്ടോ. അപ്പം ഇവിടുത്തെ വീടുകളുടെ ഇത് മനസ്സിലായല്ലോ. നമുക്ക് ചീപ്പായിട്ടും വീടുകൾ ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ ടൗണിൽ നിന്നൊക്കെ മാറി അങ്ങ് ഫാർ പോയിട്ടുണ്ടെങ്കിൽ ചീപ്പായിട്ട് സ്ഥലം കിട്ടും. ഹൈ സ്പെക്കിൽ ചെയ്യണമെന്നില്ല. ഇവർ തന്നെയാണ് കേട്ടോ എൻ്റെ വീടും ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഫ്ലാഷ് വീടൊന്നും അല്ല കേട്ടോ. വളരെ ടൈനി സ്പെക്ക് നമ്മുടെ ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ 2 കൊല്ലം മുമ്പാണ് ഞാൻ ഇവരെ കൊണ്ട് വീട് ചെയ്യിച്ചത്. പക്ഷേ ഇന്ന് ആ വീട് ഇവന്മാരെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു ഹൈ പൈസയിലേക്ക് പോയേനെ. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോപ്പർട്ടി പ്രൈസും ഭയങ്കരമായിട്ട് കൂടി. നമ്മൾ ഇപ്പുറ സൈഡിലെ ഡെക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കിച്ചൺ ഇവിടെയാണ് വരുന്നത്. ഇത് ഫാമിലി ലിവിങ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഈ ഡെക്കിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ കവേർഡ് ഏരിയ ആണ്. പക്ഷേ മുകളിൽ മുഴുവൻ സൺലൈറ്റ് കയറാൻ വേണ്ടിയുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ ഒരു പുറത്തൊരു ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു പ്രൈവറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ചെയ്യാവുന്ന വെച്ചാൽ ഇവിടെ വേണമെങ്കിൽ സ്പാ പൂളൊക്കെ ചെയ്ത് കൊടുക്കാം. പക്ഷേ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഇത് കൊടുത്തിട്ടില്ല കേട്ടോ. മാസ്റ്റർ ബെഡ്റൂം ശരിക്കും അത് ആ ഡെക്കാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ ഇവിടെ ഒരു വോള് പോലെ കൊടുത്തിട്ട് അങ്ങോട്ട് ഒട്ടും കണക്ഷൻ ഇല്ലാത്ത പോലെയാണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡെക്കും പരിപാടിയൊക്കെ അവിടെയാണ്. ഇത് കണ്ടോ ശരിക്കും ഒരു വുഡാണ് കേട്ടോ. വുഡാണത്. വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബാൺ ഹൗസ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇവിടെയും പുറത്ത് ഇത് മറ്റേ ഫയർ പ്ലേസിൻ്റെ ആ ഏരിയയാണ് കാണുന്നത്. എന്താ മാസ്റ്റർ ബെഡ്റൂമിൽ ആ ഇതിലേക്ക് ശരിക്കും ഒരു സെപ്പറേഷൻ കൊടുത്തിരിക്കുകയാണ്. ആർക്കും അങ്ങോട്ട് എത്താതെ അവിടെ ഭയങ്കര പ്രൈവസിയോടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളും ഹൈ സ്പെക്ക് വീടുകളും കൊണ്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നല്ല വീഡിയോസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാട്ടോ. നെഗറ്റീവ്സ് പോസിറ്റീവ്സ് എല്ലാം തരാം. ഞാൻ വളരെ ഹാപ്പിയാണ്. നെഗറ്റീവ് കമൻസിലാണ് കൂടുതൽ ഹാപ്പി ആവുന്നത് ഞാൻ. അതെന്നാൽ ചിലപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒന്ന് ക്രിയേറ്റീവായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു.